അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ രണ്ടാമത്തെ വിഭാഗമായ ത്രീ കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ചാണ്. നമ്മൾ ടു കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിച്ചു. ഇനി ത്രീ കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് പറയാനുള്ളത്. അപ്പം പേര് പോലെ തന്നെ നമുക്കറിയാം ഇതില് 3 കിങ്ഡംസ് ഉണ്ടാകും എന്നറിയാം അല്ലെ. അപ്പോ ഇതിൽ എന്താണ് വ്യത്യാസം? അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എ ന്യൂ ഗ്രൂപ്പ് പ്രൊട്ടിസ്റ്റ ഈസ് ആഡഡ് ഫോർ യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. അപ്പം മുമ്പുണ്ടായിരുന്ന ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ത്രീ കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? എ ന്യൂ ഗ്രൂപ്പ് പ്രൊട്ടിസ്റ്റ ഈസ് ആഡഡ് ഫോർ യൂണിസെല്ലുലാർ ഓർഗാനിസം. യൂണിസെല്ലുലാർ ഓർഗാനിസംസിന് വേണ്ടി ഒരു പുതിയ ഗ്രൂപ്പിനെ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് പുതിയ ഗ്രൂപ്പിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പേരാണ് കിങ്ഡം പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന ഗ്രൂപ്പ്. അപ്പൊ എങ്ങനെയാണ് ഈ പ്രൊട്ടിസ്റ്റ എന്ന ഗ്രൂപ്പിനെ ഉണ്ടാക്കിയത്? ഓൺ ദി ബേസിസ് ഓഫ് ലാക്ക് ഓഫ് ടിഷ്യൂ ഡിഫറൻസിയേഷൻ. അതായത് യൂണിസെല്ലുലാർ ഓർഗാനിസം ആണല്ലോ. യൂണിസെല്ലുലാർ ഓർഗാനിസത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ ഒരു സെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടാമതോ മൂന്നാമതോ ആയിട്ടുള്ള സെല്ലുകൾ ഉണ്ടാവില്ല. അതായത് ടിഷ്യൂസ് ഉണ്ടാവുകയില്ല, സെല്ല് മാത്രമേ ഉണ്ടാവൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പറഞ്ഞു ഓൺ ദി ബേസിസ് ഓഫ് ദി ലാക്ക് ഓഫ് ടിഷ്യൂ ഡിഫറൻസിയേഷൻ. അതിൽ ടിഷ്യൂ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന പരിപാടി നടക്കൂല. അതുകൊണ്ട് അങ്ങനെ ടിഷ്യൂ ഡിഫറൻസിയേഷൻ നടക്കാത്തവയെ ഒരു ഗ്രൂപ്പാക്കി. അതാണ് യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന്റെ ഗ്രൂപ്പ്. അപ്പം ആൽഗെ, ഫഞ്ചെ ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിലാണ് നമ്മുടെ ആൽഗെ വരുന്നത്, ഫഞ്ചെ എന്നിവയൊക്കെ വരുന്നത് അല്ലെ. ദ ഗ്രൂപ്പ് നെയിം ഈസ് പ്രൊട്ടിസ്റ്റ. ആ ഗ്രൂപ്പിന്റെ പേര് പ്രൊട്ടിസ്റ്റ എന്നാണ്. ഓക്കെ. അപ്പൊ ത്രീ കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ച് പ്രധാനമായും 4 കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. അതായത് ടു കിങ്ഡം ക്ലാസിഫിക്കേഷനുള്ള പ്ലാന്റ്, ആനിമാലിയ എന്നിവയിലേക്ക് ഒരു പുതിയ കിങ്ഡത്തെ കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ ത്രീ കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് തന്നെ ആ മൂന്നാമത്തെ കിങ്ഡം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? അത് യൂണിസെല്ലുലാർ ഓർഗാനിസംസിന് വേണ്ടി ഉള്ളതാണ്. അപ്പൊ എന്താണ് യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന്റെ പ്രത്യേകത? അവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ ടിഷ്യൂ ഡിഫറൻസിയേഷൻ ഉണ്ടാവുകയില്ല എന്നാണ്. അതാണ് രണ്ടാമത് നമ്മൾ കൊടുത്തത്, ഓൺ ദി ബേസിസ് ഓഫ് ദി ലാക്ക് ഓഫ് ടിഷ്യൂ ഡിഫറൻസിയേഷൻ. മൂന്നാമത്തെ കാര്യം എന്താണ്? ആൽഗെ, ഫഞ്ചെ ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിലാണ് ആൽഗയും ഫഞ്ചയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നാലാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ദ ഗ്രൂപ്പ് നെയിം ഈസ് പ്രൊട്ടിസ്റ്റ. ഗ്രൂപ്പിന്റെ പേര് പ്രൊട്ടിസ്റ്റ എന്നാണ്. അപ്പോ പുതിയ ഒരു ഗ്രൂപ്പിനെ കൂടി ത്രീ കിങ്ഡത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് പ്രൊട്ടിസ്റ്റ എന്നാണ് പേര്. യൂണിസെല്ലുലാർ ഓർഗാനിസംസിനാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവകൾക്ക് ടിഷ്യൂ ഡിഫറൻസിയേഷൻ എന്ന പ്രത്യേകത ഇല്ല. അതിൽ ഉൾപ്പെട്ട ജീവികൾ എന്ന് പറയുന്നത് ആൽഗെ, ഫഞ്ചെ പോലെയുള്ളവയാണ്. അപ്പൊ ത്രീ കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ 3 കിങ്ഡംസ് ആണ് ഉണ്ടാവുക. ഒന്നാമത് കിങ്ഡം പ്ലാന്റ്, രണ്ടാമത് കിങ്ഡം ആനിമേലിയ, മൂന്നാമത് കിങ്ഡം പ്രൊട്ടിസ്റ്റ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിൽ അറിയാനുള്ളത്. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന അടുത്ത കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. അത് കുറച്ച് വിശാലമായ പഠനമാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പൊ അതിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗം, കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ മൂന്ന് വിഭാഗങ്ങളിൽ ഒന്നാമത്തത് ടു കിങ്ഡം ആയിരുന്നു, അത് നമ്മൾ പറഞ്ഞു. ത്രീ കിങ്ഡം ആണ് രണ്ടാമത്തത്, അത് നമ്മൾ പറഞ്ഞു. ഇനി 5 കിങ്ഡം ആണ് അടുത്തത്, മൂന്നാമത്തത്. അതിനെക്കുറിച്ച് കൂടി പറയുമ്പോൾ ഈ പാഠം ഇവിടെ അവസാനിക്കും. അപ്പം ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന സംഗതിയെ കണ്ടെത്തിയത് ആരാണ്? RH വിത്തക്കർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാകുന്നു. അപ്പം എങ്ങനെയാണ് അദ്ദേഹം ഇത് നടത്തിയത്? അപ്പം 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഡിസ്കവേർഡ് ബൈ RH വിത്തക്കർ അല്ലെ. RH വിത്തക്കർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇതിനെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ പ്രത്യേകത ക്ലാസിഫൈഡ് ഇൻടു 5 കിങ്ഡംസ് ഓൺ ദി ബേസിസ് ഓഫ് ഫൈലോജനറ്റിക് ക്യാരക്ടേഴ്സ്. അതായത് ഓർഗാനിസംസിനെ 5 കിങ്ഡം ആയിട്ട് അയാൾ തരംതിരിച്ചു. ഓൺ ദി ബേസിസ് ഓഫ് ഫൈലോജനറ്റിക് ക്യാരക്ടേഴ്സ്. ഫൈലോജനറ്റിക് ക്യാരക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിൽ. എന്താണ് ഫൈലോജനറ്റിക് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? ഫൈലോജനറ്റിക് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയുടെ പരിണാമപരമായിട്ടുള്ള പ്രത്യേകതകൾ, പരിണാമത്തിലുണ്ടാകുന്ന പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഈ ഓർഗാനിസംസിനെ 5 വിഭാഗമായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. അപ്പൊ ആ 5 വിഭാഗത്തെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നോക്കുമ്പോൾ ഒന്നാമത്തെ വിഭാഗം ഈ ലൈനിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്താണ് രണ്ടാമത്തെ എന്ന് നോക്കുക, കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ലൈൻ നമ്മൾ ശ്രദ്ധിക്കുക. ഈ ലൈൻ ചെന്ന് അവസാനിക്കുന്ന എവിടെയാണ്? കിങ്ഡം മൊനീറ.
അല്ലെ? 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ ഒന്നാമത്തത് കിങ്ഡം മുനീറയാകുന്നു. അതാണ് ഇവിടെ കാണിച്ചത്. ഇനി ചിത്രത്തിന്റെ രണ്ടാമത്തെ ലൈൻ ലൈനിന്റെ രണ്ടാമത്തെ പാർട്ട് പോകുന്നത് എങ്ങോട്ടാണ്? ഇവിടെയാണ്, കിങ്ഡം പ്രൊട്ടിസ്റ്റയാണ്. ഇനി ചിത്രത്തിന്റെ മൂന്നാമത്തെ ഭാഗം പോകുന്നത് കിങ്ഡം പഞ്ചയിലേക്കാണ്. അപ്പൊ മൂന്നെണ്ണായി. ഇനി അടുത്തതായിട്ട് പോകുന്നത് കിങ്ഡം പ്ലാന്റയിലേക്കാണ്, അടുത്തത് കിങ്ഡം ആനിമേലിയയിലേക്കാണ്, അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. 5 കിങ്ഡംസ് നമുക്ക് ഇവിടെ പരിചയപ്പെടാം. അപ്പം 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പെട്ട ഒന്നാമത്തെ കിങ്ഡമായ മൊനീറയെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. പ്രത്യേകതകളെ കുറിച്ച് ആദ്യം പറയാം. കിങ്ഡം മൊനീറ ഇൻക്ലൂഡഡ് ഓൾ പ്രോക്യാരിയോട്സ്. ഓക്കെ, അതിന്റെ ഫസ്റ്റ് പ്രത്യേകത ഇൻക്ലൂഡഡ് ഓൾ പ്രോക്യാരിയോട്സ്. ഇതെന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാ പ്രോക്യാരിയോട്സിനെയും കിങ്ഡം മൊനീറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രോക്യാരിയോട്ടുകളായ എല്ലാ ജീവികളെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് മൈക്രോപ്ലാസ്മ, പിന്നെയോ ബാക്ടീരിയ, ആക്ടിനോമൈസെറ്റ്സ്, സയനോ ബാക്ടീരിയ എന്നിവയൊക്കെ ഈ കിങ്ഡം മൊനീറയിൽ ഉൾപ്പെട്ടവയാകുന്നു. ഓക്കെ, കിങ്ഡം മൊനീറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? കിങ്ഡം മൊനീറയുടെ ഒന്നാമത്തെ പ്രത്യേകത ഇൻക്ലൂഡഡ് ആൾ പ്രോക്യാരിയോട്സ്, എല്ലാ പ്രോക്യാരിയോട്ടുകളെയും ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെയോ അതിന് ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞു മൈക്കോപ്ലാസ്മ, ബാക്ടീരിയ, ആക്ടിനോമൈസെറ്റ്സ്, സയനോ ബാക്ടീരിയ. ഇനി ഇതിന്റെ പ്രത്യേകതകൾ എന്താണ്? കിങ്ഡം മൊനീറയുടെ പ്രത്യേകതകൾ എന്താണ്? യൂണിസെല്ലുലാർ പ്രോക്യാരിയോട്ട്. അപ്പം ഇതിലുള്ള ആനിമൽസിന്റെ പ്രത്യേകതകൾ അവ എന്തായിരിക്കും? ജീവികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവയൊക്കെ യൂണിസെല്ലുലാർ ആയിരിക്കും, പ്രോക്യാരിയോട്ട് ആയിരിക്കും എന്ന് പറഞ്ഞാൽ. പ്രോക്യാരിയോട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതിന്റെ കൂടെ പറയുന്നുണ്ട്? പ്രിമിറ്റീവ് ലിവിങ് ഫോം. അതെന്താണ്? ഒരു പ്രിമിറ്റീവ് ലിവിങ് ഫോം ആണ് എന്ന് പറയുന്നുണ്ട്. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് എന്താണ്? മൈക്രോസ്കോപ്പിക് സെൽ വാൾ ഈസ് പ്രസന്റ്. സോറി, വേൾഡ് എന്നത് കൊടുത്തത് തെറ്റാണ്. മൈക്രോസ്കോപ്പിക് ആണ്, സെൽ വാൾ പ്രസന്റ് ആണ്, അല്ലെ? നോ ഓർഗനൈസ്ഡ് DNA. പിന്നെയോ ഈ പറയപ്പെടുന്ന കിങ്ഡം മൊനീറയിലുള്ള ജീവികൾക്ക് ഒരു ഓർഗനൈസ്ഡ് DNA ഉണ്ടാവില്ല. പകരം എന്താ ഉണ്ടാവുക? ബട്ട് നെയ്ക്ഡ് DNA ഈസ് പ്രസന്റ്. ഓക്കെ, അടുത്തതായിട്ട് എന്താണ് പറയുന്നത്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ. സോ ജീൻ റീകോമ്പിനേഷൻ, നോ ജീൻ റീകോമ്പിനേഷൻ. അപ്പൊ ഇതിൽ എന്താ നടക്കുന്നത്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നോ ജീൻ റീകോമ്പിനേഷൻ, അതിൽ ജീൻ റീകോമ്പിനേഷൻ നടക്കുക ഇല്ല. പിന്നെ സിംഗിൾ സ്ട്രാൻഡഡ് പിന്നെ ഫ്ലജല്ല മേ ബി പ്രസന്റ്. ചിലപ്പോ അതിൽ എന്തുണ്ടാവും? സിംഗിൾ സ്ട്രാൻഡഡ് ഫ്ലജല്ല ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അറിയേണ്ടത്. നമ്മൾ കിങ്ഡം മൊനീറയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കിങ്ഡം മൊനീറയിൽ എന്തുണ്ട്? ഇൻക്ലൂഡഡ് ഓൾ പ്രോക്യാരിയോട്സ്, അതിൽ എല്ലാ പ്രോക്യാരിയോട്ടുകളും ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് മൈക്രോപ്ലാസ്മ ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്, ആക്ടിനോമൈസെറ്റ്സ് ഉണ്ട്, സയനോ ബാക്ടീരിയ ഉണ്ട്. ഇവരെല്ലാവരും കിങ്ഡം മൊനീറയിൽ പെട്ടതാണ്. കിങ്ഡം മൊനീറയ്ക്ക് നമുക്ക് 5 പ്രത്യേകതകൾ പറയാം. ഒന്നാമതായിട്ട് അതിലുള്ളതൊക്കെ യൂണിസെല്ലുലാർ പ്രോക്യാരിയോട്ടുകളായിരിക്കും. പ്രോക്യാരിയോട്ട് എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് ലിവിങ് ഫോംസിന്റെ ഉദാഹരണങ്ങളിൽ പെട്ടതാണ്. പിന്നെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മൈക്രോസ്കോപ്പിക് ആയിരിക്കും. ഇവകളൊക്കെ എന്തായിരിക്കും? മൈക്രോസ്കോപ്പിക് ആയിരിക്കും. അതുകൊണ്ട് പക്ഷെ അതിലൊക്കെ എന്തുണ്ട്? സെൽ വാൾ ഈസ് പ്രസന്റ്. ഇവിടെ എഴുതി ചേർത്തിട്ടുണ്ട്, സെൽ വോൾഡ് എന്നാണ്, തെറ്റാണ്. സെൽ വാൾ ഈസ് പ്രസന്റ് എന്ന്. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോ ഓർഗനൈസ്ഡ് DNA. അതിൽ എന്തില്ല? ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള DNA ഇല്ല. ബട്ട് നെയ്ക്ഡ് DNA ഈസ് പ്രസന്റ്. പകരം എന്തുണ്ട്? ഒരു നെയ്ക്ഡ് DNA ഉണ്ട്. ഇനി നാലാമത്തെ പ്രത്യേകത അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഇതിൽ നടക്കുന്നത്. സോ നോ ജീൻ റീകോമ്പിനേഷൻ. ഇതിന്റെ അകത്ത് എന്തുണ്ടാവില്ല? ജീൻ റീകോമ്പിനേഷൻ എന്ന് പറയുന്ന പരിപാടി ഉണ്ടാവില്ല. സിംഗിൾ സ്ട്രാൻഡഡ് ഫ്ലജല്ല മേ ബി പ്രസന്റ്. ഇതിൽ എന്തുണ്ടാവും? ചിലപ്പോൾ, മേ ബി, ചിലപ്പോൾ എന്തുണ്ടാവും? ഒരു ഫ്ലജല്ല ഉണ്ടാവും, സിംഗിൾ സ്ട്രാൻഡഡ് ആയിരിക്കും. അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത് ഇതിന്റെ ഉദാഹരണങ്ങളെ കുറിച്ചാണ്. ബ്ലൂ ഗ്രീൻ ആൽഗെ, ബാക്ടീരിയ എന്നിവയൊക്കെ എന്താണ്? ഇതിന് ഒരു ഉദാഹരണമാകുന്നു. ഏതിന്? കിങ്ഡം മൊനീറ. ഇനി കിങ്ഡം മൊനീറയുടെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ലിവ്സ് ഇൻ എക്സ്ട്രീം എൻവിയോൺമെന്റ്. കിങ്ഡം മൊനീറയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ സെക്ഷൻ പറയുമ്പോൾ ലിവ്സ് ഇൻ എക്സ്ട്രീം എൻവിയോൺമെന്റ്. ഇവകളൊക്കെ എന്ത് ചെയ്യും? എക്സ്ട്രീം ആയിട്ടുള്ള എൻവിയോൺമെന്റുകളിൽ ജീവിക്കും. അതായത് എക്സ്ട്രീം ആയ എൻവിയോൺമെന്റ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കാടിന് നിറഞ്ഞ എൻവിയോൺമെന്റിൽ ജീവിക്കും. ചിലപ്പം സാൾട്ടി ഏരിയകളിൽ ജീവിക്കും. അങ്ങനെ സാൾട്ടി ഏരിയ, ഉപ്പ് നിറഞ്ഞ പ്രദേശങ്ങളിൽ ജീവിക്കുന്നതിന്റെ പേര് ഹാലോഫിൽസ് എന്നാണ്. ചിലപ്പം ഹോട്ട് സ്പ്രിങ്സ്, ചൂടുള്ള കാലാവസ്ഥയിൽ ജീവിക്കും. അതിനെക്കുറിച്ച് തെർമോ അസിഡോഫിൽസ് എന്ന് പറയും. ചിലപ്പം മാർഷി ഏരിയാസ്, അതായത് ചതുപ്പ് നിലയങ്ങളിൽ ജീവിക്കും.
അതിനെക്കുറിച്ച് എന്ത് പറയാം? മെഥനോജൻസ് എന്ന് പറയാം. അങ്ങനെ 3 തരത്തിലുള്ള പിന്നെ കിങ്ഡം മൊനിയറയിൽപ്പെട്ട ഓർഗാനിസംസിനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. സാൾട്ടി ഏരിയയിൽ ജീവിക്കുന്നവയെ ഹാലോഫിൽസ് എന്ന് പറയാം. ഹോട്ട് സ്പ്രിങ്സിൽ ജീവിക്കുന്നവയെ തെർമോ അസിഡോഫിൽസ് എന്ന് പറയാം. മാർഷി ഏരിയാസിൽ, അതായത് ചതുപ്പുകളിൽ ജീവിക്കുന്നവയെ മെഥനോജൻസ് എന്ന് പറയാം. അപ്പം 3 കാര്യങ്ങളാണുള്ളത്. അതായത് എന്താണ്? അവകൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് അവയെ മൂന്നായിട്ട് തരംതിരിക്കാൻ വേണ്ടി കഴിയും എന്നർത്ഥം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിൽ വന്നത്. ഇനിയോ കിങ്ഡം മൊനിയറയുടെ പ്രത്യേകതകൾ പോകുമ്പോൾ ഇനി കിങ്ഡം മൊനിയറയുടെ ഒരു വിഭാഗമാണ് യു ബാക്ടീരിയ. കിങ്ഡം മൊനിയറയിൽപ്പെട്ട ഒരു വിഭാഗമാണ് യു ബാക്ടീരിയ, നോൺ ആസ് ട്രൂ ബാക്ടീരിയ. യു ബാക്ടീരിയ എന്ന് പറയുന്ന കിങ്ഡം മൊനിയറയിൽപ്പെട്ട ഒരു തരം ബാക്ടീരിയയെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം അത് ട്രൂ ബാക്ടീരിയയാണ്. അതിന്റെ രണ്ടാമത്തെ പ്രത്യേകത റിജിഡ് സെൽ വാൾ ആണ്. ഈ മോട്ടൈൽ കണ്ടെയ്നിങ് ഫ്ലജെല്ലം. ഇനി അത് സഞ്ചരിക്കുന്നതാണ് എങ്കിൽ അതിൽ എന്തുണ്ടാവും? ഫ്ലജെല്ലം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഒന്നുകൂടി പോകുമ്പോൾ കിങ്ഡം മൊനിയറയുടെ പ്രത്യേകതകൾ നമ്മൾ ആദ്യം പറഞ്ഞു. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്, അതിന്റെ 5 പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. രണ്ടാമതായിട്ട് കിങ്ഡം മൊനിയറയെ തന്നെ നമുക്ക് അവകൾ ജീവിക്കുന്ന സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പല വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് എന്ത്? യു ബാക്ടീരിയ എന്ന് പറയുന്ന വിഭാഗത്തെ കുറിച്ച്. അപ്പൊ യു ബാക്ടീരിയയെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ യു ബാക്ടീരിയയെ കുറിച്ച് മറ്റൊരു കാര്യം കൂടി പറയാം, നോൺ ആസ് ട്രൂ ബാക്ടീരിയ എന്നറിയപ്പെടാറുണ്ട്. യു ബാക്ടീരിയയുടെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനെന്തുണ്ട്? റിജിഡ് സെൽ വാൾ, അതായത് കട്ടിയുള്ള സെൽ വാൾ ഉണ്ടാവും. ഈ മോട്ടൈൽ കണ്ടെയ്നിങ് ഫ്ലജെല്ലം, ഇത് സഞ്ചരിക്കുന്നതാണ് എങ്കിൽ അതിന് എന്തുണ്ടാവും? ഫ്ലജെല്ലം എന്ന് പറയുന്ന ഒരു സാധനം ഏറെയായിട്ട് അതിലുണ്ടാവും. ഇനി അങ്ങനെ ഇല്ല എങ്കിൽ അങ്ങനെ ഫ്ലജെല്ലം ഉണ്ടാവില്ല. യു ബാക്ടീരിയക്ക് 3 പ്രത്യേകത. ഒന്നാമതായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ട്രൂ ബാക്ടീരിയ എന്ന് പറയാം. അത് റിജിഡ് സെൽ വാൾ ഉണ്ടാവും. പിന്നെ മോട്ടൈൽ ആണ് എങ്കിൽ അതിന് എന്തുണ്ടാവും? ഫ്ലജെല്ലം ഉണ്ടാവും. അപ്പൊ ഈ യു ബാക്ടീരിയയെ കുറിച്ച് നമുക്ക് 2 വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാൻ വേണ്ടി സാധിക്കും. ഒന്നാമതായിട്ട് ഓട്ടോട്രോപിക് ബാക്ടീരിയ, രണ്ടാമതായിട്ട് ഹെറ്ററോട്രോപിക് ബാക്ടീരിയ. ഒന്നാമതായിട്ട് ഓട്ടോട്രോപിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണ്? ഇതാണ്, പിന്നെ മേക്കിംഗ് ദയർ ഓൺ ഫുഡ്, സ്വന്തമായിട്ട് ഭക്ഷണം നിർമ്മിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ സ്വന്തമായിട്ട് ഭക്ഷണം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ 2 രൂപത്തിൽ നിർമ്മിക്കാൻ വേണ്ടി പറ്റും. ഒന്ന് ഫോട്ടോസിന്തസിസ് വഴി നിർമ്മിക്കാൻ പറ്റും, രണ്ടാമതായിട്ട് കീമോസിന്തസിസ് വഴി നിർമ്മിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഈ ഓരോന്ന് എന്താണെന്ന് പരിചയപ്പെടാം. ഫോട്ടോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തസിസിലൂടെ, പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. കീമോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ പ്രകാശ സംശ്ലേഷണമല്ല, പകരം കെമിക്കൽ സിന്തസിസിലൂടെയാണ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മളെ കൂണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഭക്ഷണം ഉണ്ടാക്കുന്നവയല്ല. അങ്ങനത്തെ ജീവികൾക്ക് എന്ത് പറയും? കീമോസിന്തറ്റിക് എന്ന് പറയും. അപ്പൊ അതിന് ഓരോന്നിന്റെയും പ്രത്യേകത നോക്കാം. ആദ്യമായിട്ട് ഫോട്ടോസിന്തറ്റിക്കിനെ നോക്കുമ്പോൾ അതെന്താണ്? സയനോ ബാക്ടീരിയ. ഫോട്ടോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു അതിൽ എന്തൊക്കെ ഉണ്ട്? സയനോ ബാക്ടീരിയ ഓർ ബ്ലൂ ഗ്രീൻ ആൽഗെ. ഫോട്ടോസിന്തറ്റിക്കിന്റെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവയാണ് സയനോ ബാക്ടീരിയയും ബ്ലൂ ഗ്രീൻ ആൽഗയും. അപ്പൊ അതിന്റെ ഒന്നാമത്തെ പ്രത്യേകത അത് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഫോട്ടോസിന്തറ്റിക്. ഗ്രാം പോസിറ്റീവ് ആൻഡ് ഫോട്ടോസിന്തറ്റിക്. ഗ്രാം എന്ന് പറഞ്ഞ ഒരു ലിക്വിഡ് ഉണ്ട്, അതൊരു സ്റ്റെയിൻ ആണ്. സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്തുക്കൾക്ക് നിറം നൽകുന്ന വസ്തുവാണ്. അപ്പം ഈ നിറം നൽകുന്ന വസ്തു ഒഴിച്ചു കഴിഞ്ഞാൽ നിറം കിട്ടുന്ന വസ്തുക്കളുണ്ടോ? നിറം കിട്ടാത്ത വസ്തുക്കളുണ്ടോ? നിറം കിട്ടുന്ന വസ്തുക്കൾക്ക് നമ്മൾ പറയും ഗ്രാം പോസിറ്റീവ് എന്ന്. അപ്പം ഈ പറയപ്പെടുന്ന ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയകൾ എന്ന് പറയുന്നത് അവകൾ എന്താണ്? പിന്നെ ഗ്രാം പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ ഗ്രാം എന്ന് പറയുന്ന ആ സ്റ്റെയിൻ ഒഴിച്ചു കഴിഞ്ഞാൽ അവകളുടെ നിറം പുറത്തു വരും എന്നർത്ഥം. പിന്നെയോ ഫോട്ടോസിന്തറ്റിക് ആണ്. അവകൾ ഫോട്ടോസിന്തസിസ് വഴി എന്തുണ്ടാക്കുന്നവയാണ്? പിന്നെ ഇത് ഭക്ഷണം ഉണ്ടാക്കും. കണ്ടെയ്നിങ് ക്ലോറോഫിൽ ആൻഡ് കരോട്ടിനോയിഡ്. അതിൽ എന്തുണ്ട്? ക്ലോറോഫില്ലും കരോട്ടിനോയിഡും കാണപ്പെടുന്നുണ്ട്. പിന്നെ ഇറ്റ് മേ ബി യൂണിസെല്ലുലാർ, കൊളോണിയൽ, ഫിലമെന്റസ്, ഫ്രഷ് വാട്ടർ, മെറൈൻ, ടെറസ്ട്രിയൽ ഓർഗാനിസംസ്. അപ്പൊ ഇവയുടെ കൂട്ടത്തിൽ ചിലപ്പോൾ യൂണിസെല്ലുലാർ ഉള്ളത് ഉണ്ടാവാം, കൊളോണിയൽ ആയിട്ട് ജീവിക്കുന്നവയുണ്ടാവാം, ഫിലമെന്റസ് ആയിട്ടുള്ള ഉണ്ടാവും. ഫിലമെന്റസ് പറഞ്ഞാൽ ഫിലമെന്റ് പോലെ ഒരു നേരത്തെ നാര് പോലെയുള്ളത് ഉണ്ടാവും. ഫ്രഷ് വാട്ടറിൽ ജീവിക്കുന്നുണ്ടാവാം, മെറൈൻ അതായത് സമുദ്രത്തിൽ ജീവിക്കുന്നുണ്ടാവും, ടെറസ്ട്രിയലിൽ ജീവിക്കുന്നുണ്ടാവാം. അങ്ങനത്തെ ഒക്കെ ഓർഗാനിസംസ് ഉണ്ടാവാം. സം ഓഫ് ദം ഹാവ് സ്പെഷ്യലൈസ്ഡ് പിന്നെ ഹെട്രോസിസ്റ്റ് സെൽ. പക്ഷെ ചില ബാക്ടീരിയകളിൽ ഒരു സ്പെഷ്യലൈസ്ഡ് സെൽ ഉണ്ടാവും, അതിന്റെ പേര് ഹെട്രോസിസ്റ്റ് എന്നാണ്. എന്തിനു വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്? ഫോർ നൈട്രജൻ ഫിക്സേഷൻ. നൈട്രജൻ ഫിക്സേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്.
അപ്പം അത് നോസ്റ്റോക്ക്, അനാബീന എന്നിങ്ങനെയുള്ള ബാക്ടീരിയകളിലൊക്കെ അങ്ങനെ കാണപ്പെടാറ് ഉണ്ട്.